പുഴയുടെ മറുകരയിൽ നിന്നും രാഹുൽ കെ.വി. ഒപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ രാവിലെ തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ വീണ്ടും ഇനി 11ാം ദിനവും കാത്തിരിക്കുന്നു. ഇന്ന് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇതുവരെ അവിടെ മറ്റെന്തെങ്കിലും ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തുടക്കമായതായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. ആർത്തലച്ചൊഴുകുന്ന ഗംഗാവലി പുഴയുടെ മറുകരയിൽ തന്നെയാണ് നമ്മളുള്ളത്. ശക്തമായൊരു മഴ പെയ്തു തോർന്നു നിൽക്കുന്ന സ്ഥിതിയാണ്. ഏതായാലും പുഴ എപ്പോഴൊന്ന് കനിയുന്നുവോ അനുകൂലമായി വരുന്നുവോ അപ്പോൾ മാത്രം ഡൈവിംഗ് സാധ്യമാകും എന്ന് തന്നെയാണ് നാവികസേന പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചപ്രകാരം ഇന്നലെ ഉണ്ടായ അതേ സമാന സ്ഥിതി തന്നെയാണ്. അതിശക്തിയായ ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും എക്സ്പെർട്ടുകളെല്ലാം കാണുന്ന കാഴ്ചയാണ് പറയുന്നത്. നാവികസേനയും NDRFും നിലവിൽ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. മറുകരയിൽ ആ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയും അതുപോലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ മോണിറ്റർ ഒക്കെ ചെയ്ത സ്ഥലത്ത് കരസേന എത്തിയിട്ടുണ്ട്. അവരവിടെ ടെന്റുകൾ സ്ഥാപിക്കുകയാണ്. ഒരു വെള്ള ടെന്റ് മറുകരയിൽ കാണുന്നുണ്ട്. അത് ഇന്നലെ സൈന്യം സ്ഥാപിച്ചതാണ്. തൊട്ടടുത്ത് നിന്നാണ് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ മോണിറ്ററിംഗ് ഒക്കെ ഇന്നലെ നടത്തിയിരുന്നത്. ഏതായാലും ആ ഡ്രോൺ ഓപ്പറേഷൻ ഉണ്ടാകില്ല എന്നൊരു സൂചനകൾ തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 2 കൂറ്റൻ മണ്ണുവാന്തി യന്ത്രങ്ങളാണ് സ്ഥലത്തുള്ളത്. അവ ഈ അപകട സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെയായി മാറ്റി നിർത്തിയിട്ടിരിക്കുന്നതും കാണാം. അവര് ഈ പുഴയുടെ കരയിൽ ഏതായാലും മണ്ണ് നീക്കുന്ന പ്രവൃത്തിയിലേക്ക് അല്പസമയത്തിനകം തന്നെ ഏർപ്പെടും എന്നതാണ്. മണ്ണ് നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴക്കരയിൽ നിന്ന് മണ്ണ് മാറ്റി അവിടെ ഒഴുക്ക് സുഗമമാക്കുക എന്ന പ്രവൃത്തിയാണ് ഇന്നലെ ചെയ്തു വന്നത്. അതായത് കല്ലും മണ്ണും ഒക്കെ അടിഞ്ഞതുകൊണ്ട് തന്നെ ആ കരയോട് ചേർന്ന് പുഴ അതിന്റെ സ്വാഭാവികമായ ഒഴുക്കിലല്ല പോയിക്കൊണ്ടിരുന്നത് എന്നതാണ്. കല്ലിലൊക്കെ തട്ടി ശക്തിയായ ഒഴുക്ക് രൂപപ്പെടുക, ഗതി മാറി ഒക്കെ പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അത് ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി മറുകരയിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടന്നിരുന്നത്. അങ്ങനെ ഒഴുക്കൊക്കെ സുഗമമാക്കിയ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നാവികസേനയ്ക്ക് ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് എത്തി ഡൈവ് ചെയ്യാൻ കഴിയൂ എന്നതാണ്. പക്ഷേ അതെന്തായാലും സാധ്യമായിട്ടുമില്ല. ഇന്നലെ 2 തവണയാണ് നാവികസേന പുഴയിലേക്ക് ഇറങ്ങി ഒഴുക്ക് പരിശോധിച്ചിരുന്നത്. മധുവേട്ടനും ശ്രീധരനൊക്കെ പറഞ്ഞതുപോലെ പുഴയിലെ ഒഴുക്ക് അത്രത്തോളം ശക്തിയിലാണ്. 6 നോട്ട്സിലൊക്കെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. മുകളിൽ കാണുന്നത് പോലെയല്ല പുഴയുടെ അടിയിൽ എന്നതുകൂടിയാണ്. 2 തവണ ഇന്നലെ ആങ്കറിംഗ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ തന്നെയും അതുപോലും പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഒപ്പം പുഴയുടെ നിറം നോക്കുക. ഈ സർവ്വമേഖലയിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയ ചെറിയ പുഴകൾ, അരുവികൾ, കൈവഴികൾ എല്ലാം ചേർന്ന് ഗംഗാവലി ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നിന്ന് ശക്തമായ മഴ പെയ്ത് മണ്ണൊഴുകി ഉൾപ്പെടെ പുഴയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പുഴ തെളിയുന്നതേ എന്നത് തന്നെയാണ്. വിസിബിലിറ്റി തീരെ ഇല്ല എന്നതാണ്. ഇൻ കേസ് ആ പുഴയിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത എന്താണെന്ന് പോലും കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഏതായാലും മുകളിൽ നിന്ന് തകർന്ന് പുഴയിലേക്ക് വന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു. നേരത്തെ ഒരു ഇന്ധന ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം ഗംഗാവലി ഒഴുകി 7 കിലോമീറ്റർ അകലെയായി എത്തുന്ന ഭാഗത്ത് നിന്നാണ് കണ്ടെത്തിയിരുന്നത്. അതിന്റെ ക്യാബിനും ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം നമ്മുടെ അർജുന്റെ ട്രക്കുമാണ്. ട്രക്കിന് തൊട്ടടുത്ത് വരെ വെള്ളത്തിന് മുകളിലൂടെ എത്താൻ കഴിഞ്ഞു എന്നല്ലാതെ അതിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മണ്ണുണ്ട്, കല്ലുണ്ട്, കഷ്ണങ്ങളൊക്കെ തന്നെ ആ മേഖലയിലുണ്ട് എന്നത് തന്നെയാണ്. മഴ, ഒഴുക്ക്, കാറ്റ് എന്നിവ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തടസ്സമായി നിൽക്കുകയാണ്. അതൊക്കെ അനുകൂലമായി വന്നാൽ മാത്രമേ നാവികസേനയ്ക്ക് ഡൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകൂ എന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ പുഴയിലുള്ള തിരച്ചിലൊന്നും ആരംഭിച്ചിട്ടില്ല. നാവികസേനയില്ല, NDRF ഇല്ല. മറുകരയിൽ സൈന്യമെത്തി അവരുടെ എന്തൊക്കെയോ ചില നടപടിക്രമങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് കാണുന്നത്. ഒപ്പം എന്റെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഉളുവരെ എന്നാണ് ഈ എക്സാക്റ്റ് സ്ഥലത്തിന്റെ പേര്. ഈ പുഴയുടെ ഗംഗാവലിയുടെ മറുകര എന്നത് ഉളുവരെയാണ്. ഇതാണ് ദുരന്തം തുടച്ചു നീക്കിയ സ്ഥലം. വീടുകളുടെ അവശേഷിപ്പുകൾ മാത്രമാണ്. 5 വീടുകളാണ് പൂർണ്ണമായും തകർന്നിരുന്നത്. ഒരു സുനാമി എന്ന കണക്കെയാണ് വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറിയതെന്നാണ് നേരത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള പ്രദേശവാസികൾ പറഞ്ഞിരുന്നത്. അത്രയും അളവിൽ മണ്ണ് വന്ന് പുഴയിലേക്ക് പതിച്ചു. പുഴയിൽ നിന്ന് വെള്ളം സുനാമി കണക്കെ ഈ മേഖലയിലേക്ക് അടിച്ചു കയറുകയാണ് ഉണ്ടായത്. 1, 2, 3, 4, 5. അതിൽ 5 വീടുകൾ തകർന്നതിൽ 2 വീടുകളുടെ
തറ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒപ്പം പാത്രം, റൂഫിലൊക്കെ ഉണ്ടായിരുന്ന ഷീറ്റിന്റെ അവശേഷിപ്പുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറു ജനവാസ കേന്ദ്രം തുടച്ചു നീക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നതാണ്. ഇവരൊക്കെ ഇപ്പോഴും ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒക്കെയായാണ് തുടരുന്നത്. ഏതായാലും ഈ തിരച്ചിലിന്റെ ആ കാര്യത്തിലേക്ക് അതിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ നിന്ന് തിരച്ചിൽ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. പുഴ അതേ രീതിയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തിയായ ഒരു മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ കാറ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്.